പിന്നെ എന്തെല്ലാം ചേട്ടാ വിശേഷം? അപ്പോൾ കോർപ്പറേറ്റ് ക്രിസ്റ്റി തിരുനാൾ ആശംസകൾ. ദൈവകൃപയാൽ പോകുന്നു. സഹോദരനും മറ്റെല്ലാവർക്കും കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ആശംസകൾ നേരുന്നു. കുർബാനയ്ക്ക് പോയോ? ഇല്ല, പരിശുദ്ധ കുർബാന വൈകിട്ടാണ്. ഇന്നലെ ഒരു പരിശുദ്ധ കുർബാന കൊച്ചിയിലായിരുന്നു. രാത്രി വരാൻ വളരെ വൈകി. അപ്പൊ അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് മറ്റുള്ള പരിപാടികൾ. ഇനിയിപ്പോ വൈകുന്നേരം ഇത് കഴിഞ്ഞ് കുർബാനയ്ക്ക് പോണം. അവിടെ മഴയുണ്ട്. ഇവിടെ നല്ല ചൂടാ. 2 ദിവസം മഴയില്ലാത്തപ്പോൾ ഭയങ്കര ചൂടാ. അവിടെ ദൈവകൃപയോ വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഫാൻ ഇടാത്തതുകൊണ്ട് അത്യാവശ്യം വേർപ്പൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് തുടങ്ങാം. പിന്നെന്താ, ഈശോ അനുവദിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ചേട്ടാ, എന്താണ് ചേട്ടനെ സംബന്ധിച്ച് എന്താണ് പരിശുദ്ധ കുർബാന? ചുരുങ്ങിയ വാക്ക് പറയുകയാണെങ്കിൽ. പരിശുദ്ധ കുർബാന എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ബൈബിളിന്റെ ഭാഷയിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശോ സമരിയാക്കാരിയോട് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പറഞ്ഞാൽ ഈ വെള്ളം നീ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറൊരു വെള്ളവും വേണ്ട, പിന്നെ നിനക്ക് ദാഹിക്കുകയില്ല. അപ്പോ സമരിയാക്കാരി അത് തിരിച്ചറിയുകയാണ്. അത് പറഞ്ഞത് ശരിയാണെന്ന് തിരിച്ചറിയുകയാണ്. എന്നിട്ട് അവര് പോയി നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ട് വരികയാണ്. ഒരാൾ വന്നിട്ടുണ്ട്, ഇയാളെ നമുക്കൊന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ തമ്പുരാനടുത്ത് വരികയും അവരെ കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാം. അതാണ് ആദ്യം നമ്മള് ഒന്നും അറിയാത്തൊരവസ്ഥയിലായിരുന്നു. അല്ലെ, ജനിക്കുമ്പോ ദൈവത്തിൻ്റെതായിട്ടാത്ത വേറൊരു ഇതിലാണ് ജനിച്ചു വീഴുന്നത്. അത് കഴിഞ്ഞ് പാപത്തില് അറിഞ്ഞും അറിയാതെയും പാപം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. സമരിയാക്കാരിയെ പറയുകയാണെങ്കിൽ അവർ മാരകവാദത്തിലാണ് ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് അവരോട് ഒരാൾ പറയുകയാണ്, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് തിരിച്ചറിയുകയാണ്. അപ്പൊ ആ വെള്ളത്തെ കുറിച്ച് അവർക്ക് ഇത് മനസ്സിലായി. എന്നിട്ട് അവർ സ്വീകരിക്കുന്നു. സ്വീകരിച്ചു കഴിഞ്ഞ് മറ്റുള്ളവരെ കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓരോ മനുഷ്യർക്കും സംഭവിക്കുന്നത്. നമ്മളെല്ലാം ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഒരു സമരിയാക്കാരിയുടെ ജീവിതം ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അവര് ചെയ്ത പോലെ തന്നെ ജീവിക്കണം എന്നൊന്നുമില്ല, പക്ഷെ എങ്കിലും പല രീതികളിലായിട്ട് നമ്മളത് ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ കുർബാന എന്നെ സംബന്ധിച്ചിടത്തോളം ഈശോ നൽകുന്ന പരമപരിശുദ്ധമായ ദാനമാണ്. ആ വെള്ളമാണ്, സ്വർഗീയ ജലമാണ്. അതാണ് എന്നെ നയിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സ്. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറയുമായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്, പക്ഷെ അദ്ദേഹം പള്ളിയിലൊന്നും പോവില്ല, പക്ഷെ നല്ലൊരു മനുഷ്യനാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് നന്മ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫുൾ ടൈം പണിയാണ്. രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുക്കലാണ് മൂപ്പരുടെ മെയിൻ ജോബ്. മൂപ്പരൊരു കോഫി ഷോപ്പും ഒക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പോ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു, പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ ചോദിച്ചാൽ നമ്മൾ ജീവിക്കും, പക്ഷെ നമ്മളൊരു ഡെഡ് ബോഡി പോലെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ജീവിക്കും, നമുക്ക് ശരീരമുണ്ട്, പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യും, പക്ഷെ നമ്മൾക്ക് ഒരിക്കലും ഒരു ഫീൽ ഉണ്ടാവില്ല. നമുക്ക് ഒരു സംഭവത്തെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടുമല്ലോ. അത് നമ്മളൊന്ന് സ്റ്റോപ്പായി പോകും. അതാണ് പരിശുദ്ധ കുർബാനയുടെ ഒരു ശക്തി. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ, ഞാനിപ്പോ ഒരു ഇതായിട്ട് പറയുകയല്ല, ഒരുപാട് ദൂരം ഇപ്പോ ഈ അടുത്തൊരു ട്രഡീഷണൽ ലാറ്റിൻ മാസിന് പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം നൽകുകയുണ്ടായി. അപ്പോ മണിക്കൂറുകളോളം സഞ്ചരിച്ചാണ് പോയത്. അപ്പൊ ഇതിന് എത്ര രൂപ ചെലവാകുന്നു, ഇതിന് എന്തൊരാവുന്നു ഒന്നും നമ്മൾ നോക്കില്ല. പരിശുദ്ധ കുർബാന ഇപ്പൊ നമ്മൾ ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ലേ, ഒത്തിരി വൈകി ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു 100 രൂപ കൊടുത്താൽ പോകാം, ഈ ഓട്ടോ ചാർജ് കൊടുക്കട്ടെ 100 രൂപ എന്ന് ആലോചിച്ച് അവര് തിരിച്ചു ശരി ഇപ്പൊ നാളെ പരിശുദ്ധ കുർബാനയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു പോകും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ 100 രൂപ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെ, അതായത് ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അതുകൊണ്ട് കുർബാനയ്ക്ക് വരാൻ പറ്റില്ല എന്നല്ല, കുർബാനയുള്ളത് കൊണ്ട് എനിക്ക് പരിപാടിക്ക് വരാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ നിലപാട്.
അതായത് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എല്ലാം എന്തും സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം വണ്ടിയും കാര്യം വേറൊരു ഇതില്ല, വേറെ ഒരു പരിപാടി. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ പരിശുദ്ധ കുർബാനയ്ക്കെല്ലാം പോവുകയൊക്കെ ചെയ്യുമെങ്കിലും ഏറ്റവും വലിയൊരു അനുഗ്രഹം ഭാര്യയിലൂടെയാണ് സംഭവിച്ചത്. കാരണം അവള് വന്നതിന് ശേഷമാണ് എന്ന് പറയാൻ ശരിക്കും അവൾക്ക് ഒരു ഫെയ്ത്ത് ഉണ്ട്. കാരണം പരിശുദ്ധ കുർബാനയോട് സ്നേഹമുണ്ട് അവൾക്ക്. കാരണം അവള് വിദേശത്തൊക്കെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് പരിശുദ്ധ കുർബാനയൊക്കെ മിസ്സായത് കൊണ്ടാവാം അത് തേടി കണ്ടുപിടിച്ച് ഈശോയെ സ്നേഹിക്കണം എന്നുള്ള ഒരു വലിയൊരു ഇതുണ്ട്. അപ്പൊ അവള് വന്നതിന് ശേഷമാണ് ഇതൊരു ഓർഡറായി വന്നത്. പക്ഷെ ഇതിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 30 ദിവസം ഈ പരിശുദ്ധ കുർബാനയ്ക്ക് തുടർച്ചയായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ മരിയാസിമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിസ്റ്റിക് ഉണ്ട്, യൂറോപ്പില് ഓസ്ട്രിയയിൽ ഉണ്ടായിരുന്നു. അപ്പോ അവർക്ക് ഈ ശുദ്ധീകരാത്മാക്കളുടെ ഒരുപാട് ദർശനങ്ങൾ, ഒരുപാട് പുസ്തകങ്ങളൊക്കെ അതിനൊക്കെ രചിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു പുസ്തകത്തിൽ അവര് ശുദ്ധീകരാത്മാക്കളെ ഞങ്ങളെ എവിടെ നിന്ന് രക്ഷിക്കും എന്നുള്ള പുസ്തകത്തിൽ അവർ പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, ഒരു ഫാമിലി ഒരു അമ്മച്ചി മരിച്ചു കഴിഞ്ഞ് അവരെ ശുദ്ധീകരണ സ്ഥലത്താണ് അവര് മരിയാസമ്മയ്ക്ക് വന്ന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് അവര് മരിയാസമ്മയുടെ അടുത്ത് പറഞ്ഞു എന്ന പോലെ എനിക്ക് വേണ്ടി 75 കുർബാന അർപ്പിക്കണം, പരിശുദ്ധ കുർബാന അർപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് 75 എന്റെ ഓർമ്മ. അപ്പൊ ഇവരുടെ മക്കളെ വിളിച്ച് പറഞ്ഞു. മക്കൾക്ക് മരിയാസമ്മ ബോധ്യമുണ്ട്, ഇവർക്ക് ദർശനമുണ്ട്, എല്ലാം ശരിയാണ്. അപ്പൊ മക്കള് പറഞ്ഞു ഞങ്ങൾക്ക് 75 ദിവസം ഒന്നും പോകാൻ പറ്റില്ല, ഞങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്കുള്ള പൈസ തരാം, എന്താണ് പരിശുദ്ധ കുർബാന അർപ്പിച്ചാൽ മതി, ഞങ്ങൾ പോകുമ്പോഴേ ഞങ്ങളൊക്കെ പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ പൊക്കോളാം എന്നാണ് പറഞ്ഞത്. പക്ഷെ മരിയാസമ്മ പറഞ്ഞു അതൊരിക്കലും നടക്കുന്ന പരിപാടിയല്ല, നിങ്ങൾ പരിശുദ്ധ കുർബാനയെ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചപ്പോ 75 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരാരും ഒരിക്കൽ പോലും പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത് പറഞ്ഞൊരു 30 ദിവസം തുടർച്ച ഞാൻ എൻ്റെ ഒരു കസിനെ ചാലഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പൊ കസിന്റെ അടുത്ത് പറയുവാൻ കുറച്ച് ദിവസം പരിശുദ്ധ കുർബാനയ്ക്ക് പോകും, പിന്നെ കുറെ ദിവസം പോവില്ല. അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത് നീ 30 ദിവസം തുടർച്ചയായി പരിശുദ്ധ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്കിത് ഒരിക്കലും നിർത്താൻ കഴിയില്ല. അത് പറഞ്ഞ ഒരു പ്രത്യേക ഫയറാണ്. നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരല്ല, പക്ഷെ ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് ടേസ്റ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഗോഡ് ഈസ്, ദൈവം എത്ര നല്ലവരെന്ന് രുചിച്ചറിയുവിൻ. ആ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലേ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് ഇതിപ്പോ ചിലപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നപ്പോ എന്നെ അറിയുന്ന ചില വ്യക്തികൾ എന്താണ് ഇതിലിപ്പോ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടോ. ഞാനിപ്പോ എല്ലാ ദിവസവും ഇപ്പൊ എന്റെ ആന്റിമാരൊക്കെ പറയാറുണ്ട് വൈഫ് ക്യാരിങ് ആണ്, നീ അവളെയും കൊണ്ടൊന്നും ഇതിന് പോയിക്കരുത്, വളരെ സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ജീവിതത്തില് ഒരു ദിവസം പോലും ദൈവകൃപ മുടങ്ങാതെ ഏതെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ അസുഖമായിട്ട് എന്തെങ്കിലും എന്തായാലും മുടങ്ങിയതല്ലാതെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകും. ഇപ്പൊ കുഞ്ഞ് ഉദരത്തിലായിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് പരിശുദ്ധ കുർബാനയോട് സമീപിച്ചത്, ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിച്ചത്. ഏകദേശം 400ഓളം പരിശുദ്ധ കുർബാനകളാണ് കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോ നമ്മള് അവന് വേണ്ടി അർപ്പിച്ചു സെപ്പറേറ്റ് ആയിട്ട്. ഇത് നേരത്തെ മരിയസമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴേ ആ പിള്ളേരുടെ അമ്മ ഈ 75 കുർബാന അർപ്പിക്കാൻ പറഞ്ഞു. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ ആണ്ടിന് മാത്രമേ കുർബാന അർപ്പിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർ 75 വർഷം എടുത്തതിനെ ശുദ്ധീകരണ സ്ഥലത്ത് കയറിപ്പോകാൻ. അതുമാത്രമല്ല അവർ ശുദ്ധീകരണ സ്ഥലത്ത് എത്തിപ്പെട്ടത് ഈ മക്കൾക്ക് പരിശുദ്ധ കുർബാനയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട് കൂടിയാണല്ലോ അല്ലേ? അങ്ങനെയല്ലേ പറയണത്? എക്സാക്ട്ലി അതാണ് ഈ അവരവിടെ എത്തിയതിന്റെ ഒരു റീസൺ അതാണ്. നമ്മൾ ഈ പകർന്നു കൊടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ മാമോദിസ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞ് ഒരു 2 മാസത്തിനകം തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകാൻ തുടങ്ങിയതാണ്. അപ്പൊ ആള് ചോദിക്കും ഇതിലൊക്കെ എന്താ ഉള്ളത്, ഈ കുഞ്ഞിനെ വീട്ടിൽ വെച്ചിട്ട് പൊക്കൂടെ നിങ്ങൾക്ക്. ഇപ്പൊ നമ്മൾ കൊടുക്കുകയാണ്, ഇപ്പൊ നമ്മള് കൃപകൾ നേടിക്കൊടുക്കുകയാണ്. അവരറിയാതെ തന്നെ അവരിലേക്ക് ഈ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അവിടെ തമ്പുരാന്റെ തിരുശരീരവും തിരക്കുമായിട്ട് മാറുന്ന സമയത്ത് അതിന്റെ കൃപകൾ നമ്മൾ നേടിക്കൊടുക്കുകയാണ്. ഇത് അവരെ ഉപകരിക്കുന്നത് വേറൊരു കാലഘട്ടത്തിലായിരിക്കും. അതെ അതെ. അപ്പം ചേട്ടാ അതെ അപ്പം ഞാൻ ഈശോ അറിഞ്ഞ സമയത്ത് ഈശോ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നരകമുണ്ട് എന്നുള്ളത്. ഈശോ അറിഞ്ഞു കഴിഞ്ഞപ്പം അതൊരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി. കാരണം ഈശോ യാഥാർത്ഥ്യമാണെങ്കിൽ ഈശോ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരിക്കുമല്ലോ.
അപ്പം പിന്നെ ഭയമായി. ഇതിപ്പോൾ എന്ത് ചെയ്യും, ഈ നരകത്തിൽ പോകാതിരിക്കാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് ഈശോ പറയണത്, ഇത് ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവൻ മരിച്ചാലും ജീവിക്കും. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇത് വിട്ട ഒരു പരിപാടിയില്ല. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പഴയ നിയമത്തിൻ്റെ എന്താ പറയുക, ഒരു നിറവേറലാണല്ലോ പുതിയ നിയമത്തിലുള്ളത്. അപ്പോൾ പഴയ നിയമത്തിൽ ഈ പഴം കഴിക്കരുത്, കഴിച്ചാൽ നീ മരിക്കുമെന്ന് പറയുന്നു. ആദവും ഹവയും സ്പിരിച്വലി മരിക്കുന്നു, അതെല്ലാം നമ്മളെ ബാധിക്കുന്നു, നമ്മളും സ്പിരിച്വലി ഡെഡാണ്. എന്നിട്ട് ഈശോ വന്നിട്ട് പറയുകയാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും ജീവൻ സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്, മോർ അബണ്ടൻ്റ്ലി എന്നാണ് പറയണത്. എന്നിട്ട് ഈശോ പറയാണ്, നിങ്ങൾ കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഫലം കഴിച്ചത് വഴി നിങ്ങൾ മരിച്ചു. ഇനി ഞാൻ കഴിക്കാൻ പറയണ സാധനം നിങ്ങൾ കഴിക്കണം. അതാരെയാ? അത് എന്നെ തന്നെ. അതുകൊണ്ട് ഈശോ ഇത് കൊടുക്കുമ്പോൾ, ഈ ഒരു പ്രബോധനം കൊടുക്കുമ്പോൾ, ഈ മനസ്സിലാകാത്ത ടീമുകളുടെല്ലാം വണ്ടി വിട്ടോളം അവർ അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഈശോ ഒരു കോംപ്രമൈസും ഇല്ലല്ലോ. നിനക്ക് പറ്റില്ല, പൊക്കോ. അതെ, അതെ. എന്നിട്ട് ഇപ്പോൾ ശിഷ്യന്മാരിതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുമ്പോൾ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞിട്ട് ഈശോ പറഞ്ഞു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു കോംപ്രമൈസ് ഇല്ല. കാരണം ഈശോയുടെ കാലത്തിന് മുമ്പും ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ജോലി ലഭിച്ചിരുന്നു, കല്യാണം നടന്നിരുന്നു, ലോണും മറ്റ് കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചിരുന്നു. പക്ഷേ ഈശോ വന്നത് ഈ പരിശുദ്ധ കുർബാന ആവാനാണല്ലോ. അപ്പോൾ ഇത് വേണ്ട, അത് മതിയെന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി വേസ്റ്റ് ആണല്ലോ ഈ ചോദിക്കുന്നത്, ഈ തമ്പുരാന് ചോദിക്കാതെ. അതുകൊണ്ടായിരിക്കും ഈശോ, കാരണം ഇതല്ലാതെ വേറെ പരിഹാരമില്ലല്ലോ. അവൻ്റെ ശരീരം രക്തവും ഭക്ഷിച്ച് അവനെ പോലെ ആയിത്തീരുക എന്നല്ലാതെ വേറെ ഷോർട്ട് കട്ട് ഇല്ലല്ലോ ഈശോയെ പോലെ ആയിത്തീരാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു, ഒരു ഗ്യാരണ്ടി ആയിരുന്നു. പരിശുദ്ധ കുർബാന യോഗ്യതയോട് കൂടി സ്വീകരിച്ചാൽ നമുക്ക് രക്ഷപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് സേഫാണ് അത്. അപ്പോൾ വിശുദ്ധ 10-ാം പീസ് പപ്പ പറയുന്നുണ്ടല്ലോ, ദ സേഫസ്റ്റ് ആൻഡ് ദ ഷോർട്ടസ്റ്റ് വേ ടു ഹെവൻ ഇസ് ടു റിസീവ് ദ ഹോളി കമ്മ്യൂണിയൻ. അപ്പോൾ അത് ഭയങ്കര ഒരു ആനന്ദം, ഒരു സന്തോഷം. അപ്പം നമ്മുടെ ചില ആൾക്കാരടുത്ത് പറയും, കുർബാനയുള്ള സ്ഥലത്ത് വേണം ജോലിക്ക് പോവാൻ എന്ന് പറയുമ്പോഴും അവർ പല എക്സ്ക്യൂസും പറയും, കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ഈശോയ്ക്ക് അറിയാം എന്നൊക്കെ പറയുമ്പോഴും, നമ്മൾ ഈശോയെ നഷ്ടപ്പെടുത്തി നേടിയതെല്ലാം യഥാർത്ഥത്തിൽ നഷ്ടങ്ങളാണ്. എന്നാൽ ഈശോയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയതെല്ലാം യഥാർത്ഥത്തിൽ നേട്ടങ്ങളാണ്. അതാണ് എന്നെ സംബന്ധിച്ച് പരിശുദ്ധ കുർബാനയെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ ചേട്ടാ നമുക്ക് ഈ ആളുകളെല്ലാം ഈശോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും ഇപ്പൊ ഒരു ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കുക, ഈശോ ഒരു യാത്രയിലാണെന്ന് ചിന്തിക്കുമ്പോ നമ്മള് ആ യാത്രയിൽ നമ്മൾ ഈശോയോട് നടക്കുകയാണ്. പക്ഷെ ഈശോ ഭയങ്കര സ്ലോ ആയിട്ട് യാത്ര ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ ഈശോയുടെ രീതി അതാണ്. അപ്പൊ പറഞ്ഞ ഓടിപ്പിടിച്ചൊന്നും ഈശോ എങ്ങോട്ടും പോവുകയോ ഒന്നും ചെയ്യില്ല. ഇതിന്റെ ഇടയിൽ ചില ആളുകളൊക്കെ ഇടയിൽ കൊണ്ടുവരും, അവരെ പ്ലസ് ചെയ്യല്, അവരെ അനുഗ്രഹിക്കല്, അവരെ ആശ്വസിപ്പിക്കല്, ഇതൊക്കെ നടത്തി മെല്ലെ സ്ലോ ആയിട്ട് പോവാണ് ഈശോ. എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കും. ഈശോ ഈ സമരിയക്കാരി സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും കിലോമീറ്റർ നടന്നെന്നും പറയുന്നുണ്ട്. സമരിയ പട്ടണം പിടിക്കാനുള്ള ഇതാണ്. ഒരാളിലൂടെ ഒരു നഗരത്തെയാണ് മാനസാന്തരപ്പെടുന്നത്. അതെ, എനിക്ക് ആ പിക്ചർ ചേട്ടാ ആ പിക്ചർ കാണുമ്പോഴേ, അതായത് ഈശോ ഒരു വ്യക്തിക്ക് വേണ്ടി കിണറ്റും കരയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അത് നമുക്ക് കണ്ണ് നിറയെ നമുക്ക് തമ്പുരാൻ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം ഇങ്ങനെ ഈ കിണറ്റിൻ്റെ കരയിൽ വന്ന് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയണത്. മറ്റുള്ള എല്ലാവരും അയച്ചു. ഇനിയിപ്പോ സമരിയാക്കാരോട് യഹൂദർക്ക് ഒരു വലിയ അസ്വസ്ഥതയുള്ളതുകൊണ്ട് ശിഷ്യന്മാരെയൊക്കെ പറഞ്ഞു വിട്ടു, പോയി ഭക്ഷണം വാങ്ങിട്ട് വന്നോളാൻ പറഞ്ഞു. അപ്പോ എന്താണ് എന്നിട്ട് ചെയ്തതാണ് നമ്മൾ. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ പറഞ്ഞ ഈ യാത്രയെ കുറിച്ച് നമ്മൾ ഈശോയുടെ പോലുള്ള യാത്ര ഇപ്പോ കുറെ പേര് കുറച്ച് കഴിഞ്ഞാൽ പറയും ഈശോയെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ്, നഴ്സിംഗിനൊക്കെ കുറച്ച് പൈസയൊക്കെ എടുത്ത് പഠിച്ചു, ഇല്ലേല് കൃഷിയൊന്നും പഴയ പോലെ ഇതാവുന്നില്ല, എനിക്കൊരു ജോലി വരുന്നുണ്ട്, എനിക്ക് സൗദിയിലാണ് ജോലി, ഇല്ലേ അവിടെ അറിയാലോ പരിശുദ്ധ കുർബാനയില്ല, അപ്പൊ എനിക്കൊരു ജോലി ശരിയാക്കി തരണം. അങ്ങനെ അപ്പച്ചനും അമ്മച്ചും ഒക്കെ പ്രാർത്ഥിക്കണം, മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അവസാനം ഈശോ പറയാണ്, ഈശോ ഒരു അൻപ് കൊടുക്കുകയാണ്, അവർക്ക് ജോലി കിട്ടിപ്പോകുന്നു. അതെ, സത്യം. ഇത് ചേട്ടാ ഒരു കുഞ്ഞാരം ചോദിക്കട്ടെ, ഈ ഈശോയെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുന്ന എല്ലാം ഈശോ തരും. പക്ഷെ ആളുകൾ കരുതുന്നത് നമ്മൾ ചോദിക്കുന്ന കാര്യം ഈശോ തരുന്നത് കൊണ്ട് അത് ഈശോയ്ക്ക് ഇഷ്ടമാണെന്നാണ് പലരും കരുതുന്നത്. നമ്മൾ വാശി പിടിക്കുന്നതുകൊണ്ടാണ് ഈശോ ഇത് തരുന്നത്.
അല്ലേ? ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും കാരണം തമ്പുരാൻ എപ്പോഴും ഒരു സ്നേഹത്തിന്റെ ദൈവമാണ്, ഒരു കരുണയുടെ ദൈവമാണ്. ജഡ്ജ്മെന്റ് നമുക്ക് അതവിടെ നിൽക്കട്ടെ, അത് അവസാനം സംഭവിക്കുന്ന ഒരു ഇതാണ്. നീതിയുടെ ഇതിന് പകരമായിട്ട് നമ്മളെ സ്നേഹത്തിന്റെയും കരുണയുടെയും ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമ്പുരാൻ എല്ലാം തരും. ഇപ്പൊ പറഞ്ഞ പോലെ സൗദിക്കോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കോ എല്ലാം പോകാനെല്ലാം ഒരു നൊവേന ചൊല്ലിയാൽ മതി, പോകാൻ പറ്റും അല്ലേ? അല്ല, ഒരു അങ്ങനെയല്ല നമ്മൾ എന്താ പറയാ, അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ ഇതായി കഴിഞ്ഞാൽ തമ്പുരാൻ നമുക്കെല്ലാം വാങ്ങിച്ചു തരും. കാരണം നമ്മുടെ അവസരം. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതുവരെ നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ കറക്റ്റായി പോകുന്ന ആളാണ്, എല്ലാ ആഴ്ചയും കുമ്പസരിക്കുന്ന ആളാണ്, ഇല്ലെങ്കിൽ ഒരു 10-15 ദിവസം കൂടുമ്പോഴേക്കും കുമ്പസരിക്കുന്ന ആളാണ്. ഇപ്പൊ നമ്മൾക്ക് പരിശുദ്ധ കുർബാന ഇല്ലാത്ത ഒരു സ്ഥലത്തോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ തമ്പുരാന്റെ യാത്ര എന്ന നമ്മൾ തമ്പുരാൻ ഒരു സ്റ്റെപ്പ് മാറി, ഒരു വഴി മാറി പോവാണ്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തമ്പുരാൻ എപ്പോഴും ഇരിക്കുന്ന കാര്യം എന്താ, സമരിയക്കാരിക്ക് പോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എപ്പോഴാ വരുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഈ ഒരു 2 മാസം ലീവിന് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ 2 മാസം നമ്മൾ ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയ ഈശോയെ എത്ര കണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അത് പറഞ്ഞാൽ ദിവസവും 2 പരിശുദ്ധ കുർബാനയിൽ കൂടാൻ പറ്റുമോ? ദിവസവും ആരാധനയ്ക്ക് ഇരിക്കാൻ പറ്റും. ആരാധനയ്ക്ക് അതന്നെ നമ്മൾ അത് പറഞ്ഞാൽ ആരാധനയ്ക്ക് നഷ്ടപ്പെട്ട പറഞ്ഞാൽ ഇപ്പൊ പരിശുദ്ധ കുർബാന ഒന്നേ ഉള്ളൂ എന്ന് വെക്കാം, ഒരു ദിവസം ഒന്നേ ഉള്ളൂ എന്ന് വെക്കാം. ആരാധനയ്ക്ക് ഈശോയോട് ഇരിക്കാൻ പറ്റും. അപ്പൊ ഒരു ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തിയ സമയം നമ്മൾ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോ, ഈശോയുടെ കൂടി ഇരിക്കുമ്പോ ഈശോ ഈ 2 വർഷത്തെ നമ്മുടെ ഈശോ അങ്ങോട്ട് ബാലൻസ് ചെയ്ത് അതിനകത്ത് മൈനസ് ആക്കി നമ്മൾ ഈശോടൊപ്പം നടക്കുന്ന അവസ്ഥ. അതുപോലെ ചേട്ടാ, ഇത് അവര് തിരിച്ചു വന്നാലുള്ള കാര്യമാണല്ലോ. തിരിച്ചു വന്നില്ലെങ്കിൽ അത് കുറച്ച് പ്രശ്നമാണ്. ഈശോ വരുത്തിക്കും. പക്ഷെ അതായത് ചിലർ പറയാറുണ്ട്, ഇപ്പം മദ്യഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർ അവരൊരു ഘട്ടം എത്തുമ്പോൾ മാരക രോഗങ്ങൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ ദൈവം ശിക്ഷിച്ചു എന്നാണ് പലരും പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേറൊരു ഇതില്ല, വഴിയില്ല. കാരണം എന്നാലേ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈശോ നോക്കുന്നത് അവൻ്റെ ഭൂമിയിലുള്ള ലൈഫല്ല, എറ്റേണൽ ലൈഫാണ്. അപ്പോൾ ഇവനെ എങ്ങനെയും എന്നിലോട്ട് അടുപ്പിക്കണം. അപ്പോൾ ആകെയുള്ള വഴി ചിലപ്പോൾ ഒരു 18ാമത്തെ അടവെന്നൊക്കെ പറയണ പോലെ അതാണ് മനുഷ്യൻ ശിക്ഷയായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. പക്ഷെ അത് ശരിക്കും സ്നേഹത്തിൻ്റെ പുറത്ത് ഈശോ ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അല്ല, ദൈവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും രക്ഷയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ എനിക്കൊരു പണ്ടത്തെ ഒരു ധ്യാനത്തിലൊക്കെ കേട്ടിട്ടുള്ള ഒരു അനുഭവം, ചെറിയൊരു അനുഭവം. ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട്. അയാള് നടക്കാത്ത വഴികളില്ല, വളരെ മോശമായിട്ട് ജീവിക്കുന്നു, എല്ലാം തായിട്ട് അവരുടെ മാതാപിതാക്കൾ ഭയങ്കര കരഞ്ഞ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് പ്രാർത്ഥിക്കാൻ പോയി, എല്ലാം ചെയ്ത്, ഒരു വൈദികൻ അവന് വേണ്ടി കുറെയൊക്കെ പ്രാർത്ഥിക്കുക, എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് രക്ഷയിലേക്ക് വരുന്നില്ല. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഈ വൈദികൻ അവനെ കുറിച്ച് പ്രാർത്ഥിക്കാനുള്ളതൊക്കെ മറന്നുപോയി. പക്ഷെ ഇവരെ കുറെ കഴിഞ്ഞ് കണ്ടപ്പോ ഇവരോട് ചോദിച്ചപ്പോ പറഞ്ഞു, മോൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോ അച്ഛൻ മോൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു അവര്. അപ്പോ അച്ഛന് ഭയങ്കര വിഷമായി. അച്ഛൻ ഇതിനെന്ത് പറയാം. അപ്പൊ അവര് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് സന്തോഷമാണ്. എന്താണ് ചോദിച്ചപ്പോ അവൻ മാനസാന്തരപ്പെട്ട് ഒരാഴ്ചക്കകം അവനൊരു ആക്സിഡന്റിൽ മരിച്ചു. കർത്താവ് അവൻ പരിപൂർണമായിട്ട് ദൈവത്തിലായിരുന്ന സമയത്താണ് അവനെ തിരിച്ചു വിളിച്ചത്. ചിലപ്പോ ഒരു പക്ഷേ ചിലപ്പോ അവൻ ഭാവിയിൽ ചിലപ്പോ വീണ്ടും വീണുപോയേക്കാം. നമ്മള് ചിന്തിക്കുന്നത് എന്താണ്, അയ്യോ തമ്പുരാൻ ഞാൻ എല്ലാവരും പറയുന്ന കാര്യമാണ്, നിത്യജീവൻ കൺഫേം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല. അപ്പൊ അപ്പനും അമ്മയും ചിന്തിച്ചത് എന്താണ്, അവരുടെ മകന് കൺഫേം ആണ്. അവൻ ചിലപ്പോ ശുദ്ധീകരണം അവൻ ചെയ്ത പാപം, പക്ഷേ അവന്റെ ആത്മാവ് ഒരിക്കലും നരകത്തിൽ പതിക്കുന്നില്ല. സ്വർഗത്തിലേക്കുള്ള റൂട്ടിലാണ് അവൻ വഴി, ടു ഹെവൻ. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇവരുടെ ഈ ഒരു മാനസാന്തരത്തിന് തമ്പുരാൻ എടുക്കുന്ന ഒരു തീരുമാനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വേദനാജനകമായിരിക്കും. പക്ഷെ അത് അവന്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തമ്പുരാൻ എടുക്കുന്ന തീരുമാനമായിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള തീരുമാനം. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പോയി വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഒരു 2-3 മാസം ലീവ് കിട്ടുമ്പോൾ അത്രയും തീക്ഷ്ണമായിട്ട്, എത്രത്തോളം നഷ്ടപ്പെടുത്തിയോ അതിനേക്കാളും തീക്ഷ്ണമായിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു 3 hours എങ്കിലും തമ്പുരാന്റെ കൂടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, അതിനിപ്പോ പരിശുദ്ധ കുർബാനയിൽ തന്നെ ലഭിക്കാനും തന്നെ അല്ല, ജപമാല ചൊല്ലിയും കുടുംബമായിട്ട് പ്രാർത്ഥിച്ചും
ധ്യാനങ്ങൾ ആത്മാർത്ഥമായി കൂടി, വെറുതെ കൂടുന്നതല്ല. ഞാൻ വന്നു 2 മാസം ലീവിന് വന്നു, ഞാൻ ധ്യാനം കൂട്ടണം, ഒന്ന് സ്റ്റഡി ആക്കണം, പോണം, അങ്ങനെയല്ല. ആത്മാർത്ഥമായിട്ട് വരുമ്പോൾ വീണ്ടും അവർ നമ്പരാനിലേക്ക് വരികയാണ്. പക്ഷെ ഇവിടെ നമ്മൾ വേറെ ചില ആൾക്കാരെയും കാണുന്നുണ്ട്. കുറേ വർഷം, 10 വർഷം 20 വർഷമൊക്കെ മറ്റു പല സ്ഥലത്തും പോയിരുന്ന് പരിശുദ്ധ കുർബാനയൊന്നും ഇല്ല, മറ്റേ കൂതാശകളൊക്കെ വല്ലപ്പോഴും സ്വീകരിച്ച് നല്ല അത്യാവശ്യം പൈസയൊക്കെ ആയി സാമ്പത്തികമായിട്ടെല്ലാം നല്ല രീതിയിലായി നാട്ടിൽ വരുന്നുണ്ട്. അവര് പിന്നെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതാണ്. പക്ഷെ അവര് പോകുന്നത് അവർക്കൊരു ഫീലും ഇല്ലാതെ അവരിങ്ങനെ ഒരു വഴിക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു അവർക്ക് ഒരു അനുഭവം ഒന്നുമില്ല. ബിക്കോസ് അവര് നഷ്ടപ്പെടുത്തിയതിനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള അന്ധതയിലേക്ക് അവരായി കഴിഞ്ഞു.